മനുഷ്യൻ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിതം വന്നാൽ ഓക്കെയാണ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ജീവിതം ഒരിക്കലും വരില്ല. അപ്പം എന്താ വഴി? അതിനാണ് വരുന്നതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന അത്യുത്തമമായ ഒരു മന്ത്രമാണ് ഏത്? ഇതെങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ തരത്തിൽ നമ്മുടെ മൈൻഡിനെ ഉണർത്താൻ തന്നിരിക്കുന്ന ഒരു മന്ത്രമാണ് ഏത്? ഇത് ചൊല്ലേണ്ടതുണ്ടോ? ഉണ്ടോ? ഒരു 10-11 പ്രാവശ്യം. കുട്ടികൾക്ക് ഏകാഗ്രത കൂടും, മനോബലം കൂടും, മനസ്സിന് വളരെ സന്തോഷം വരും. എന്തും ആസ്വദിക്കാൻ നമുക്ക് പറ്റും. ഞാൻ 8ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അവിടെ 8ാം സ്കന്ധത്തിലെ പ്രധാന കഥയാണ്, ആദ്യത്തെ കഥയാണ് ഗജേന്ദ്രമോക്ഷം എന്നൊരു കഥ. ഈ കഥകളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. കാരണം പണ്ടൊരു ആനയെ മുതല കടിച്ച കഥയാണ്. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ പാലാഴി മഥനം കേട്ടില്ലേ കഥകളൊക്കെ. പിന്നെ മഹാബലി ചരിതം. അതിലാദ്യം നമ്മൾ കാണുന്നത് ഈ ഗജേന്ദ്രമോക്ഷം. ഈ കഥകളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഏത് കഥയിലും തത്വമുണ്ട്. ഞാൻ പറഞ്ഞു, ചരിത്രമുണ്ട്, കഥയുണ്ട്, തത്വമുണ്ട്. ഭാഗവതത്തിൽ 3 ഉള്ളത്. എന്തൊക്കെയാ ഭാഗവതത്തിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ചരിത്രമുണ്ട്, കഥയുണ്ട്, അതിൻ്റെ തത്വങ്ങളുണ്ട്. അപ്പം ഇവിടെ ഒരു കഥ പറയുകയാണ്. ഒരിക്കൽ ഇന്ദ്രൻ ഐരാവതത്തിന് മുകളിൽ പോകണം. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി എതിർദിശയിൽ വരുന്നത്. ദുർവാസാവ് മഹർഷിക്കൊരു മാല കിട്ടിയിരുന്നു, പാരിജാതത്തിൻ്റെ മാല. ആ മാല ഈ ദുർവാസാവ് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ അതിനെ വിസ്തരിച്ച് ഐരാവതത്തിൻ്റെ മസ്തകത്തിലിട്ടു. ഈ പൂവിൻ്റെ വാസനയും തേനും അനുഭവിക്കാനായി വണ്ടും തേനീച്ചകളും കടന്നൽ കൂട്ടങ്ങളൊക്കെ അങ്ങോട്ട് വന്ന് ആനയുടെ കടനിച്ചിട്ട് ഗ്രൂന്നും ഒരു ശബ്ദം ഉണ്ടാക്കി. ആനയ്ക്ക് കലി, ഭ്രാന്ത് അങ്ങോട്ട് തലയ്ക്ക് കയറി. പിന്നെന്താ സംഭവിക്കുക? പിന്നെയൊന്നും സംഭവിക്കില്ല. പിന്നെന്താ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ മതി. മാലയെടുത്തൊരൊറ്റേറാണ് നിലത്ത് ചവിട്ടിക്കൂട്ടി അരച്ച് കളഞ്ഞു. ആ ഈച്ചകളോടൊക്കെ ഉള്ള ദേഷ്യം എതിരോട് തീർത്തു? മാലയോട്. ഈ കാഴ്ച ദുർവാസാവ് കണ്ടു. ഇന്ദ്രനെയും കൂട്ടരെയും ഹോൾസെയിൽ അടക്കി ശപിച്ച് കളഞ്ഞു. എന്നാൽ ഇന്ദ്രനെ മാത്രം ശപിച്ചാൽ മതി. നോക്കൂ, അന്നുണ്ട് ഈ വിവേകം ആളുകൾക്ക്. ആനയാണ് മാലയെ ഈ ചവിട്ടി അരച്ചത്. ശപിക്കേണ്ടത് ആരെയാണ്? ആനയാണ്. ഇപ്പം പട്ടി കടിച്ചാലും കേസ് പട്ടിക്കെതിരെ ആരും കൊടുക്കാറില്ല. നിങ്ങളുടെ പട്ടി വല്ലവരും കടിച്ചു കഴിഞ്ഞാൽ കേസ് പട്ടിക്കെതിരെ കൊടുക്കുമോ, ഉടമസ്ഥനെതിരെ കൊടുക്കുമോ? അതുപോലെ ആനയുടെ ഉടമസ്ഥൻ ആരാ? അന്നുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ നോക്കണം. അതുകൊണ്ട് ഇന്ദ്രനെ ശപിച്ചു കളഞ്ഞു. ഇന്ദ്രനെ മാത്രമല്ല, എല്ലാ ദേവന്മാരെ അടക്കി. എല്ലാവർക്കും ജര നര വാർദ്ധക്യം. ദേവന്മാരപ്പോഴേക്കൊക്കെ ശബരിമല വ്രതെടുത്ത പോലെ താടിയൊക്കെ നരച്ച്, അപ്പോഴാണുള്ള പലരുടെയും തരിരൂപം നമ്മൾ മനസ്സിലാക്കുക. ഈ കോലത്തിലൊക്കെ വന്നു. എല്ലാവരും കൂടി ദുർവാസാവിൻ്റെ കൈയും കാലും പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശപിക്കാനേ അറിയില്ല, ഇത് മാറ്റാനറിയില്ല. അവസാനം ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. എല്ലാവരും ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് ഭഗവാൻ ഒരു വഴി കാണിച്ചിരുന്നു. ഇവരെല്ലാം ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, പാലാഴി കടഞ്ഞെടുത്ത് അമൃതെടുത്ത് സേവിച്ചാൽ നിങ്ങൾക്ക് പൂർവ്വസ്ഥിതി കൈവരിക്കാൻ സാധിക്കും. അപ്പം അവർ പറഞ്ഞു, ഈ പാലാഴി ഇപ്പം എങ്ങനെയാണ് കടയുക? നടക്കണ വല്ല കാര്യമാണെങ്കിൽ പോട്ടെ, നടക്കുന്നൊരു കാര്യം പറയൂ ഭഗവാനെ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പാലാഴിയിൽ മന്ദരപർവ്വതം ഇടണം. വലിക്കാൻ കയറോ? അതിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുമോ? അത് വാസുകി. അല്ല ഭഗവാനെ, ഞങ്ങൾക്ക് തന്നെ എണീറ്റ് നിൽക്കാൻ കരുത്തില്ലാതെ ഇരിക്കുക, എന്നിട്ടത് വലിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കുമോ? അതിന് അസുരന്മാരോട് കൂട്ടുകൊള്ളണം. കാര്യം നടക്കാൻ കഴുതക്കാല് പിടിക്കാനല്ല പറഞ്ഞത്. കാര്യം നടക്കാൻ അസുരന്മാരുടെ കാലും പിടിക്കണം. അപ്പം അവരോട് പറയണം 50-50 എന്ന് പറഞ്ഞാൽ പകുതി നിങ്ങൾക്കും പകുതി നമുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കരാറുണ്ടാക്കി തുടങ്ങിക്കോളൂ. ദേവന്മാരവിടുന്ന് പോയി അസുരന്മാരെയൊക്കെ കണ്ടു. 50-50 കേട്ടപ്പോൾ
തലഭാഗം ദേവന്മാരും വാലുഭാഗം അസുരന്മാരും. എനിക്ക് തോന്നുന്നു ഈ വാലുഭാഗം പിടിച്ച അസുരന്മാർ കേരളത്തിൽ നിന്നായിരുന്നു എന്നോ. കാരണം 5 മിനിറ്റ് വലിച്ചപ്പോഴേക്കും അവർ വലി നിർത്തി. നല്ല കാര്യം. ഇപ്പൊ ദേവന്മാരാണെങ്കിലോ അതിലേറെ ഗതികെട്ടിരിക്കുക. ഈ പാമ്പ് വായ വിളിച്ചു. അപ്പൊ അതൊന്നും ദുർഗന്ധം, അത് വലുതായില്ലല്ലോ. ഇവർക്ക് അല്ലെങ്കിൽ ക്ഷീണിച്ച് പരവശരായിരിക്കുന്ന ഇവർക്ക് ഈ പാമ്പിന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം കൂടി തട്ടിയപ്പോൾ ഇവർക്ക് തലവേദനിച്ചിട്ട് നിവൃത്തിയില്ല. ഇവർക്ക് തലയൊന്ന് വിട്ടാൽ മതി. അതിനു മുമ്പ് അസുരന്മാർ വാല് വിട്ടു. ചോദിച്ചു അതെന്താണെന്ന്. ഇവരുടെ ഒരു വിചാരമുണ്ട് ഞങ്ങൾ വാല് പിടിക്കുന്നവരാണെന്ന്. ഞങ്ങളങ്ങനെ ആരുടെ കാലും വാലൊന്നും പിടിക്കില്ല എന്ന്. അങ്ങനെ ഒരു പരിപാടി, അത് പറ്റില്ല. ദേവന്മാർ പറഞ്ഞു ഒരു അപരാധം പറ്റിപ്പോയി, നിങ്ങളാണ് തല പിടിക്കേണ്ടത്. നോക്കണേ, ഈ അപകടം ചോദിച്ചു മേടിച്ചവര്. അങ്ങനെ തലഭാഗം അസുരന്മാർക്കും വാലുഭാഗം ദേവന്മാർക്കും കിട്ടി വലിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പർവ്വതമൊന്നുമില്ല, വെറും പാമ്പ് മാത്രമേ ഉള്ളൂ. ഈ പിടുത്തം വിടുന്നതിൽ പർവ്വതം താഴ്ന്നു പോയി. അപ്പോഴേക്കും എല്ലാവരും കൂടി കരഞ്ഞു. ഭഗവാൻ ആ സമയത്താണ് കൂർമ്മമായി അവതരിച്ച് പർവ്വതത്തെ പൊക്കി വീണ്ടും കുരുക്കി. അതിൽ നിന്ന് വന്ന ആദ്യത്തെ സാധനമാണ് എന്താ വന്നത്? ഈ കഥയൊന്നും കേട്ടിട്ടുമില്ലേ? എന്താ വന്നത്? കാളകൂട വിഷം. എന്താ വന്നത്? ഈ കാളകൂട വിഷം ഭൂമിയിൽ വന്ന നശിച്ചു പോവും ഭൂമി. ആരെങ്കിലും ഇത് സ്വീകരിക്കണം. ദേവന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലെങ്കിൽ എടിയിട്ട് നിൽക്കാൻ കഴിവില്ല. അസുരന്മാർ പറഞ്ഞു അതിൽ കരാറുണ്ടാക്കിയില്ല, മറ്റതിലേ കരാറുള്ളൂ. ഏതില്? ഞങ്ങൾക്ക് വേണ്ട കാളം. ആരും കാളകൂടം സ്വീകരിക്കാനില്ലാതിരിക്കുമ്പോഴാണ് പരമശിവൻ പാവം അങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും കൊണ്ടുചെന്നു അദ്ദേഹത്തിനെ സ്തുതിച്ചു. ഭഗവാൻ കൈ നീട്ടി കാളകൂടത്തെ സ്വീകരിച്ച് അതങ്ങോട്ട് വിഴുങ്ങി. അങ്ങനെ കഴുത്തിൽ എത്തിയപ്പോഴാണ് പിന്നുള്ള കഥ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. എന്ത്? പാർവതി ദേവി, കാരണം അവനവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിലുണ്ടാവേ. പാർവതി ദേവി കഴുത്തി പിടിച്ചു. സത്യത്തിൽ ഈ കഥയൊന്നും മൂലഭാഗവതത്തിലില്ല കേട്ടോ. ഇത് എവിടുന്ന് വന്നു എനിക്കറിയില്ല. സത്യം നുണ പറയല്ല, ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പറയല്ല. മൂലഭാഗവതത്തിലില്ല. മൂലഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ തൻ്റെ തപസ്സുകൊണ്ട് കണ്ഠത്തിൽ നിർത്തിയതാണ്. അല്ലാതെ പാർവതി ഒന്നും കഴുത്തിൽ പിടിക്കുന്ന കാലമായിരുന്നില്ല അത്. അതൊക്കെ ഇന്നത്തെ കാലത്ത് വന്ന കഥകളാണ്. കഴുത്തിൽ പിടിക്കുന്ന പാർവതിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാലം മനസ്സിലായില്ല. ഇന്ന് കഴുത്തിൽ പിടിക്കൽ ഒരു തള്ളും കൂടി കൊടുത്തിട്ടുണ്ടാവും. ആ കാലമായി മാറി. ഇങ്ങനെ ഭഗവാൻ തപശക്തി കൊണ്ട് കഴുത്തിൽ പിടിച്ചു നിർത്തി. ആ വിഷം കഴുത്തിൽ ഒരു അലങ്കാരമായി മാറി. ഭഗവാന് നീലകണ്ഠൻ എന്നൊരു പേര് വന്നു. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. ആ ദിവസം എല്ലാ ഭൂതഗണങ്ങളും ഉറക്കൊഴിഞ്ഞ് ഭഗവാന്റെ കൂടെ ആ തപസ്സിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ആഘോഷം നമുക്ക് കിട്ടി. അതും തന്നെ മനസ്സിലാക്കേണ്ടതാണ്, ഒരാളുടെ ത്യാഗജീവിതമാണ് അയാളെ സർവശ്രേഷ്ഠനാക്കി മാറ്റുന്നത്. എന്തുകൊണ്ടാണ് അമ്മ ഒരാളുടെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഓർമ്മയിൽ നിൽക്കുന്നത്? കാരണം അമ്മയുടെ ഒരു ത്യാഗജീവിതമാണ്. എന്നാൽ അന്നത്തെ കാലത്തുള്ള അമ്മമാർ ഇന്നില്ലാതെയായി പോയി. കാരണം അന്നത്തെ അമ്മമാർക്ക് ചിട്ടയും കൃത്യനിഷ്ഠയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത് ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ അമ്മമാരൊന്നും മനസ്സിലധികം നിൽക്കുന്നവരല്ല. ഇങ്ങനെ ആ പരമശിവനെ എല്ലാവരും അന്നത്തെ ദിവസം ഉറക്കൊഴിഞ്ഞ കാവലിൽ നിന്ന് ആ ഒരു ഭാഗം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വലിയാണ്. അതിൽ നിന്ന് പലതും വന്നു എന്നാണ്. വീണ്ടും ഐരാവതം വരുന്നുണ്ട്, തുളസി വരുന്നുണ്ട്, താരാദേവി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളും വന്ന് വാരുണീ മദ്യം അങ്ങനെയാണ് വന്നത്. അപ്പം ആദ്യമായിട്ട് മദ്യം വരുന്നത് കടഞ്ഞെടുത്തിട്ട് തന്നെയാണ് മദ്യവും വന്നത്. ഇത് അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന്. അതിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ യൂസും അവരേറ്റെടുത്തു. ഇനി വീണ്ടും വലിച്ചപ്പോഴാണ് അതിൽ നിന്നും അമൃത കലശവുമായി ധന്വന്തരി മൂർത്തി വരുന്നത്. പെട്ടെന്ന് തന്നെ അസുരന്മാർ ചാടിപ്പിടിച്ച് അതും അവർ കൊണ്ടുപോയി. ദേവന്മാരിവിടെ വായും പൊളിച്ചിരിക്കുകയാണ്. അവർ വാലും പിടിച്ച് വായും പൊളിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വാല് പിടിച്ചുകൊണ്ടോ വായ പൊളിച്ചുകൊണ്ടൊന്നും
കാര്യമില്ല. കാരണം നിധിയും കൊണ്ട് മറ്റവർ പോയി വീണ്ടും ഭഗവാന്റെ മുന്നിൽ കെഞ്ചിക്കേണ അപേക്ഷിച്ചു. ഭഗവാനെ ഒക്കെ നഷ്ടപ്പെട്ടുവല്ലോ. അപ്പോഴാണ് ഭഗവാൻ വിശ്വസുന്ദരി രൂപമെടുക്കുന്നത്. ലോകത്തിലെ മിസ് യൂണിവേഴ്സ് എന്നൊക്കെ കേട്ടില്ലേ? ആദ്യം എടുത്തത് ഭഗവാനാണ്. നേരെ അസുരന്മാരെടുത്ത് എന്ന് കുടുങ്ങി അവരെ മുന്നിൽ കൂടെ 4 നടത്തം നടന്നപ്പം അവർക്ക് അമൃതമൊന്നും വേണ്ട, ഇവളെവിടുന്ന് വന്നു എന്ന് അറിയേണ്ടത്. നോക്കണേ, നല്ല സാധനം കയ്യിൽ കിട്ടിയിട്ട് അതൊക്കെ അവിടെ വെച്ച് ഇവിടെ പിന്നാലെ പോയി. ഇന്ന് ഈ കഥയൊക്കെ പറയുമ്പോഴല്ലോ, നല്ലൊരു ജീവിതത്തെ പണയം വെച്ച് ഒരു അച്ഛനമ്മമാരെ വിട്ട് ഈ കുണുങ്ങിപ്പോകുന്ന പെമ്പിള്ളേരില്ലേ, എന്നിട്ട് അവസാനം കത്തിക്കരയാവുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. കാരണം അവൻ്റെ കൂടെ ജീവിച്ചാൽ അമൃത തുല്യമാണെന്നാണ്. ശരിയാണ്. പിന്നെ അമൃതും തുല്യവും ഒന്നും കാണുന്നുമില്ല. ഇവിടെ അങ്ങനെ ഈ മോഹിനിയിൽ ഭ്രമിക്കപ്പെട്ട് അവസാനം മോഹിനിയെ അവർക്ക് കല്യാണം കഴിക്കണം. ഭഗവാൻ അവരെ പിടിച്ചിരുത്തി അവരോട് പറഞ്ഞു, കണ്ണു പൊളിച്ച് വായ തുറന്നിരിക്കാൻ. അക്ഷരം പ്രതി അവർ അനുസരിച്ചു. ദേവന്മാരോട് ഇപ്പുറത്തിരുന്ന് വായ വിളിക്കാൻ പറഞ്ഞു, കണ്ണടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. ദേവന്മാരുടെ വായിലിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദേവന്മാരിൽ കഴിക്കുന്നവർ ചിലപ്പോൾ മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടാവില്ല, ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലർ. അസുരന്മാരിൽ ചിലർക്ക് ഒരു സംശയം തോന്നി, ഇതിലെന്തോ ഒരു തട്ടിപ്പും പരിപാടി ഉണ്ടെന്ന്. കാരണം അമൃതൊന്നും ആരുടെ വായിലും വരുന്നില്ല, എല്ലാം വായും പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുക. ഒരു അസുരൻ അതിനിടയ്ക്ക് കണ്ണു തുറന്നപ്പം അമൃതൊക്കെ ദേവന്മാർക്ക് പറഞ്ഞു, നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് വേഗം ഒരു ദേവരൂപമെടുത്ത് ദേവന്മാരുടെ ഇടയിൽ പോയി ഇരുന്നു എന്നാണ്. ആ അസുരൻ അവിടെ ഇരുന്ന് വായ വിളിച്ചപ്പോഴേക്കും അമൃത് വീണു. അപ്പോഴേക്കും തൊട്ടടുത്തിരിക്കുന്ന ദേവന്മാരായിരുന്നു ചന്ദ്രനും സൂര്യനും. അവർ പറഞ്ഞു, ഇത് അസുരനാണ്. അത് പറയലും ചക്രം കൊണ്ട് അവൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇവൻ അമൃത് തട്ടിയത് കൊണ്ട് വായും കഴുത്തും തുറന്നുപോയി. അതിന് നാശമില്ലാതെ തന്നെ കാണിച്ചു കൊടുത്ത സൂര്യചന്ദ്രന്മാരെ അവൻ വിഴുങ്ങാൻ തുടങ്ങിയെന്നാണ്. പക്ഷെ കഴുത്ത് ഓപ്പൺ ആയതുകൊണ്ട്, വളരെ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് ഇവൻ വിഴുങ്ങിയതെല്ലാം അതുപോലെ പുറത്തു വരും. ഈ ഒരു പ്രക്രിയ, ഇതിനെ നാം സൂര്യഗ്രഹണമെന്നും ചന്ദ്രഗ്രഹണം, ഇതൊരു കഥയിലൂടെ ആവിഷ്കരിക്കാൻ സാധിച്ചവരാണ് നമ്മുടെ പൂർവികർ. ഇപ്പം സൂര്യചന്ദ്രന്മാർക്കിടയിൽ രാഹു, കേതു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ജ്യോതിഷത്തിൽ രാഹു കാലം ഏറ്റവും ഒന്നിനും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്തൊരു സമയമാണ് രാഹുകാലം. കാരണം അതിൽ ചില അനർത്ഥങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള രാഹുകാലങ്ങളൊക്കെ ഗണിക്കാനും ഇതൊക്കെ ഈ ഒരു കഥയുമായി ആവിഷ്കരിക്കപ്പെട്ടു വന്നുള്ളതാണ്. ഇതൊരുപാട് സയൻസാണ്. അതിലേക്ക് ഞാൻ കടന്നാൽ നമ്മുടെ ഒരു വലിയ സമയം പോയി കിട്ടും. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ കഥ പൂർത്തീകരിക്കണം. അങ്ങനെ ഇവിടെ അമൃതം ദേവന്മാർക്ക് പകർന്നു കൊടുക്കുന്ന കഥ വളരെ ശ്രദ്ധിക്കൂ. ഈ അമൃത് എന്ന് പറയുന്നത് കുടിക്കുന്ന ഒരു വസ്തുവല്ല. ഇതൊരു കഥയിൽ അങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രം. കഥകൾ എപ്പോഴും നമ്മൾ കഥകളായി തന്നെ കാണാം. അമൃതം എന്ന് പറഞ്ഞാൽ മൃതം ഇല്ലാത്ത അവസ്ഥ, അതൊരു സ്റ്റേബിൾ മൈൻഡിനെയാണ് അമൃതം എന്ന് പറയുക. ഇത് ഞാൻ പറയുന്നതല്ല, ഗീതയിൽ 2-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യം ഹിന വ്യഥയന്തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം തീരം സോ അമൃതത്വായ കൽപ്പത്തെ. അങ്ങനെയുള്ളവർക്കാണ് അമൃതത്വമുള്ളത് എന്ന് പറയുമ്പോൾ അതൊരു കുടിക്കുന്ന വെള്ളമല്ല, ഒരു എന്താ പറയുക, ഒരു വസ്തുവല്ല. അതൊരു മെൻ്റൽ സ്റ്റേറ്റാണ്, ഒരു സ്റ്റേബിൾ മൈൻഡാണത്. അങ്ങനെയുള്ളൊരു മാനസിക സുഖദുഃഖേ സമേകൃത്വ, സുഖത്തെയും ദുഃഖത്തിലും തളരാത്ത പതറാത്ത ഒരു ആങ്സൈറ്റി സിൻഡ്രം ഇല്ല. അതുപോലെ തന്നെ ഓവർ എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഒരു ഡിപ്രഷനും ഇല്ലാത്ത ഒരു മാനസികമായ മെച്യൂരിറ്റിയെ വിളിക്കുന്ന പേരാണ് അമൃതം എന്ന് പറയുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് മനുഷ്യൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു കടയൽ ആവശ്യമാണ്. ഇപ്പം ഇവിടെ പാലാഴി മഥനം ഇതൊരു വളരെ
ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഭാരത സംസ്കാരത്തെക്കാൾ കൂടുതൽ ആദരിക്കുന്ന വിദേശികളാണ്. നിങ്ങൾ തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ബാങ്കോക്ക് ക്യാപിറ്റല്, അവരുടെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അവർ ഒരു പ്രസ്റ്റീജിയസ് അവരുടെ ഒരു കൾച്ചറൽ ആർട്സ് ആക്കി വെച്ചിരിക്കുന്നത് പാലാഴി മദനത്തിൻ്റെ സ്റ്റാച്യുവാണ്. അപ്രോക്സിമേറ്റ് ഒരു 300 മീറ്ററോളം നീളത്തിൽ അതിഗംഭീരമായ ഒരു പാലാഴി മദന. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോണ്ടല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും സത്യമാണോ അല്ലേന്ന്. ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാങ്കോക്ക് പാലാഴി മദന എന്ന് കൊടുത്തു നോക്കും നിങ്ങൾ. അപ്പം നിങ്ങൾക്കത് മനോഹരമായ ചിത്രങ്ങൾ, കാരണം ഇതൊക്കെ ഇൻ്റർനെറ്റിൽ കിട്ടുന്ന കാര്യമാണ്. ഇതുപോലെ കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തിൽ ആങ്കോർ വാട്ട് എന്ന് പറയുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ അവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാലാഴി മദനം അപ്രോക്സിമേറ്റ്ലി ഒരു 700 മീറ്ററിലെങ്കിലും കരിങ്കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. അതിഗംഭീരമായൊരു കാർവിങ്. അതൊക്കെ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 5 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവണം. അപ്പം എത്ര ഭാവന ഉൾക്കൊണ്ട കലാകാരന്മാർ അന്നുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിലല്ല, കംബോഡിയയിൽ. ഇന്നും നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നാഷണൽ ഡാൻസിന്, ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഡാൻസിന് നമ്മൾ പറയുമല്ലോ എന്താണ്, ഭരതനാട്യം, അല്ലെങ്കിൽ ഒറീസക്കാരുടെ അവരുടെ ഒഡീസി നൃത്തം, ആന്ധ്രക്കാരുടെ കുച്ചുപുടി, കേരളക്കാരൻ്റെ ആണെങ്കിൽ മോഹിനിയാട്ടം, അങ്ങനെ ഓരോ കലകളുണ്ട്. എന്നാൽ കംബോഡിയ, തായ്ലൻഡ് ഇവരൊക്കെ പറയുന്ന അപ്സര ഡാൻസ് എന്നാണ്. ഈ വാക്ക് നമ്മുടെ സംസ്കൃതത്തിൽ നിന്നും പാലാഴി മദന സമയത്ത് അപ്സരസുകൾ നൃത്തമാടി എന്ന സങ്കല്പത്തിൽ നിന്നും രൂപപ്പെട്ട ഈ പാലാഴി മദനം എന്ന ഈ ഒരു ചിത്രം ലോകത്തിൽ പലയിടത്തും സ്വാധീനിക്കപ്പെട്ട ചിത്രമാണ്. നമുക്കിതിൻ്റെ ഒരു സയൻസ് പാർട്ട് മാത്രം നോക്കാം. ഇവിടെ മന്ധരപർവ്വതത്തെ കറക്കുന്നു. ആ കറക്കുന്ന സമയത്ത് അതിൽ നിന്നും പലതും പുറത്തു വരുന്നു. ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ ഒരു കടയൽ, നമ്മൾ സാധാരണ നമ്മളെ സംബന്ധിച്ച് ഈ കടയൽ എന്ന് പറഞ്ഞ പണ്ട് കാലത്ത് തൈര് കടയലായിരുന്നു അല്ലേ? കടകോലിട്ടുകൊണ്ട് തൈര് കടയുമ്പോൾ അതിൽ നിന്നും വെണ്ണ വരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. പാലിൽ നമുക്ക് വെണ്ണ കാണാൻ പറ്റില്ല, പക്ഷെ അതിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വെണ്ണ പുറത്തു വരുന്നു. ഈ വെണ്ണ വരുന്ന പോലെ ഇതുപോലെ നമ്മൾ ചക്ക് ആട്ടിക്കൊണ്ട് എണ്ണ എടുത്തിരുന്നു ഉണ്ടോ? അതും ഒരു കടയൽ പോലെയാണ്, ആണോ? ഒരു ഭാഗത്തേക്കാണെങ്കിലും അതൊരു കടയലാണത്, ആണോ? ഇതുപോലെ ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ളതെല്ലാം നേരത്തെ തന്നെ ഇവിടെ ഉള്ളതാണ്. ഉള്ളതിനെ മാത്രമേ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഇല്ലാത്തതുണ്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പം ഈ ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ടത് അവർ കടഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളതെല്ലാം ഉള്ളിൽ കൂടെ വന്നില്ല. ഒരു പാലിൽ വെണ്ണയുണ്ട്, പക്ഷെ അത് കടഞ്ഞെടുക്കണം. ഒരു കൊപ്രയ്ക്കകത്ത് വെളിച്ചെണ്ണയുണ്ട്, പക്ഷെ അതിനെ കടഞ്ഞെടുക്കണം. എന്നതുപോലെ നമ്മുടെ ഉള്ളിലും പല കഴിവും ശക്തികളും, ഉറക്കെ പറയൂ, ഉണ്ട്. അതിനെന്ത് ചെയ്യണം? കടഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ വായുടെ അകത്തേക്കൊരു കുറ്റി ആട്ടിക്കോ വലിച്ചോ എന്ന് പറഞ്ഞിട്ട് അതാണോ കടയൽ? ഇവിടെ അത്തരം കടയലല്ല. ഇവിടെ ഉപാസന കൊണ്ട് കടയണം. എന്തുകൊണ്ട്? ഈ ഉപാസനയാകുന്ന, അതായത് അനുഷ്ഠാനം കൊണ്ട് നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ ഉള്ളിലുള്ള കഴിവും ശക്തിയും അത് മുകളിലേക്ക് ഉയർന്നു വരും. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അമൃതം നേരത്തെ ഉള്ളതാണ്, അത് അനുഭവിക്കത്തക്ക വിധത്തിൽ അവർക്ക് കടന്നപ്പോൾ കിട്ടി. ഇതുപോലെ ഉള്ളിലുള്ള ശക്തിയും കഴിവും സുഖവും നിരന്തര അനുഷ്ഠാനം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ കൈവരും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇനിയും അനുഭവിക്കാൻ ബാക്കി നിൽക്കുന്ന ശക്തിയും അതുപോലെ തന്നെ സുഖവും സംതൃപ്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉള്ളിലുള്ളൊരു കലവറ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇനിയും ഒരു നിലവറ തുറക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ ഉള്ളിലും തുറക്കാത്ത നിലവറകൾ ഉണ്ട്. അതിനകത്തേക്ക് ആഴണം വാഴണം സുഖം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അല്പമൊക്കെ ഒരു അനുഷ്ഠാനത്തിലൂടെ ധ്യാനത്തിലൂടെ ഇറങ്ങിച്ചെല്ലുന്നവർക്ക് ഉള്ളിൽ ഇതുവരെ കണ്ടെത്താത്തതായ ശക്തിയും സുഖവും തൃപ്തിയും കണ്ടെത്താൻ, ഉറക്കെ പറയൂ. അപ്പം നിങ്ങളിത് അന്വേഷിച്ച് പുറത്തു പോവുകയല്ല വേണ്ടത്.
എവിടെ അലഞ്ഞിട്ടും കാര്യമില്ല. ഇതെവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ഓർമ്മിപ്പിക്കുന്ന കഥയാണ് പാലാഴി മഥനം. അപ്പം മഥനം വേണ്ടേ? വേണോ? എവിടെയാണ് മഥനം ചെയ്യേണ്ടത്? മർദ്ദനമല്ല, മഥനം. അതെല്ലാവരും വീട്ടിൽ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പാലാഴി മർദ്ദനമാണോ? അല്ല. അപ്പം ഈ മഥനം എവിടെ ചെയ്യണം? നമ്മുടെ ഉള്ളിൽ. അതിനാണ് നട്ടെല്ല് നിവർന്ന്, ആരുടെ നട്ടെല്ല്? അവനവൻ്റെ നട്ടെല്ല് നിവർന്ന് ദിവസവും കുറച്ച് നേരം ഓങ്കാരാദികളൊക്കെ നമ്മൾ ചൊല്ലണം. അതൊന്നും നമ്മൾ ചെയ്യില്ല. ഓങ്കാരം പോലും മര്യാദയ്ക്ക് ചൊല്ലാൻ അറിയുമോ എന്നുള്ളതാണ് ഇപ്പം ഹിന്ദുവിൻ്റെ ഒരു സംശയം. പലരോടും ഓങ്കാരം ചൊല്ലാൻ പറഞ്ഞാൽ പട്ടി ഓരിയിടുന്നവർ ഓരിയിടും. അല്ല, ഞാൻ തമാശ പറയില്ല. കാരണം അതുപോലും നമുക്കൊന്നും അറിയാതെയായിരിക്കുന്നു. ഈ ഓം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നവർ വല്ലവരുണ്ടോ? സത്യം പറയണം. വാട്ട് ഈസ് ഓം? ഈ ഓം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, അതൊരു വലിയ സംഭവമാണ്. നമ്മുടെ ഋഷിവര്യന്മാർ കണ്ടെത്തിയത് ഓം, ആ ശബ്ദം തന്നെ. ഓം എനർജിയുടെ ആദ്യത്തെ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ്റെ, എനർജിയുടെ വൈബ്രേഷൻ്റെ ഏത് വൈബ്രേഷനും ഒരു എക്സ്പാൻഷനുണ്ട്, ഒരു വികാസമുണ്ട്, ഒരു മോഷൻ, ഒരു വികാസമുണ്ട്. ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളിൽ വികാസമുണ്ടാവണമെങ്കിൽ അതിന് അനുയോജ്യമായ ആദ്യത്തെ ശബ്ദമാണ് ആ. എന്താണ്? നിങ്ങൾ കോട്ടുവായിടുമ്പോൾ ആ എന്നാ പറയുക. ഈ എന്ന് പറഞ്ഞിട്ട് ആരെയും കോട്ടുവായിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കാരണം ആ എന്ന് പറയുമ്പോൾ വായ തുറക്കും കണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങളെന്താ ഈ എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കുക? കൊച്ചു കുട്ടികൾക്ക് എന്താ പറയിക്കുക? ആ എന്ന് പറയും. ഇപ്പോൾ ആ എന്നെല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ആ എന്നുള്ളത് ശരി ആണോ? അങ്ങനെയാണോ? ആ ആണ് എന്നുള്ള അർത്ഥത്തിൽ പറയും. ഉണ്ടോ ഇല്ലയോ? രണ്ടാമത്തെ അക്ഷരമാണ് ഊ. ഊ എന്ന് പറയുമ്പോൾ നോക്കൂ, ആ എന്ന് പറയുമ്പോൾ ചുണ്ട് വികസിച്ചു. ഊ എന്ന് പറയുമ്പോൾ സങ്കോചിച്ചില്ല, പക്ഷെ അത് ചുരുങ്ങി. ഉണ്ടോ? അവസാനം ചുണ്ട് കൂടി. പ്രപഞ്ചം ഇതാണ്. ഓരോ രൂപങ്ങൾ, ഊർജം പരസ്പരം ചേരുമ്പോൾ രൂപങ്ങളായി വികസിക്കുന്നു, പതുക്കെ ചുരുങ്ങുന്നു, പ്രകൃതിയിലേക്ക് പോകും. ഈ ശരീരം ഒരു പ്രായമായാൽ ആ ശബ്ദം എത്ര ഗംഭീരമാണ്. ഉണ്ടായി നിലനിന്ന് സങ്കോചിച്ച് മറഞ്ഞു പോകുന്നതാണ് പ്രപഞ്ചം. ഇനി ഇതിനപ്പുറം ഒരു സത്യം ആർക്കെങ്കിലും പറയാനുണ്ടോ? പറയൂ. മോസ്റ്റ് മോഡേൺ ഫിസിക്സ് ആ ഊ മൂന്ന് അക്ഷരം കൊണ്ട് പറയാൻ സാധിച്ച പ്രതിഭകളായ ഋഷിവര്യന്മാരുടെ മണ്ണ്. Neither energy can create nor can destroy, but one form of energy can change into another form of energy. And whatever you are perceiving, it is nothing but energy in a different form. And whatever you are seeing, it is constantly flex. It is constantly in motion. ഇത് ഉണ്ടായി നിലനിന്ന് മറയുകയാണ്. ഇതിൽ ഒരു ഫിസിക്സ് എവിടെയുണ്ട്? അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഓം എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തി ഇരിക്കുന്നത്, ശ്രദ്ധിക്കണം, ശക്തി ഇരിക്കുന്നത് ഏറ്റവും താഴെയാണ്. അതിനെയാണ് മൂലാധാര ശക്തി എന്ന് പറയുന്നത്. അപ്പം ആ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തണം. ഊ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നമുക്ക് വികസിപ്പിക്കണം. പ്രാണശക്തി കൊണ്ട് ഇത് വേണം, വികസിക്കണം. എന്ന് പറയുമ്പോൾ മനസ്സിനെ നമ്മൾ പരിപൂർണമായി ലയിപ്പിക്കണം. അപ്പം 3 ശക്തി മനുഷ്യന് വേണം. ഓർക്കുക, ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തിയാണ്. എന്താണ് പ്രതിരോധ ശക്തി? ശരീരത്തിനെല്ലാവർക്കും വേണം. വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പറയൂ. വേണം.
രണ്ടാമത്തെ ശക്തി നമുക്ക് വേണ്ടത്, എല്ലാവർക്കും വേണ്ടത് ഒരു ഉത്സാഹശക്തി വേണം. ഏത് കാര്യത്തിലും നമുക്കൊരു ഉത്സാഹം വേണം. വേണ്ടേ? ആരോഗ്യമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് വേണം? അവനവൻ്റെ കർമ്മം ചെയ്യാനൊരു ഉത്സാഹം വേണം. മൂന്നാമത്തത് നമുക്ക് ഉള്ളത് ആസ്വദിക്കാൻ പറ്റണം. വേണ്ടേ? എന്താണോ ഉള്ളത് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു മൈൻഡ് വേണോ വേണ്ടയോ? അതെങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ ഒരു ജീവിതം എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു ജീവിതം ഉള്ളതിൽ ആസ്വദിച്ച് വളരെ ഉത്സാഹഭരിതരായി ശരീരത്തിനൊക്കെ ഒരു പ്രതിരോധമുള്ളവരായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യമില്ല, ഒരു ഉത്സാഹമില്ല, പ്രാഗി രാവിലെ എണീറ്റ് എന്ത് കഴിച്ചാലും ഒരു രുചിയില്ല, ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഒക്കെ ഇതിലും ഭേദം എന്താ നല്ലത്? ഇതിലും ഭേദം എന്താ നല്ലത്? ഉത്തരം നിങ്ങൾക്കറിയാം. ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും. അങ്ങനെ കുറേ എണ്ണം ഉണ്ടോ? അങ്ങനെ കുറേ എണ്ണം ഉണ്ടോ? പറയൂ. നിങ്ങളുടെ വീട്ടിൽ മക്കൾ അവിടെ തന്നെ എടുത്തു നോക്കുക. ഒരു ഉത്സാഹമില്ലാതെ എണീറ്റ് അതങ്ങനെ ഇരുന്ന് എന്തു കൊടുത്താലും അതിനെ പ്രാഗം ചെയ്താൽ ചവിട്ടിക്കൂട്ടി വലിച്ചെറിയാൻ തോന്നുമോ? എന്താ ഒരു മിണ്ടാത്തത് നിങ്ങൾ? ചവിട്ടിക്കൂട്ടി പുറത്തെറിയാൻ തോന്നുമോ? തോന്നും. എന്നാൽ രാവിലെ തന്നെ നോക്കൂ, നിങ്ങൾ രാവിലെ എണീക്കുന്ന നല്ലൊരു ഒരു ഉത്സാഹം, ഒരു സന്തോഷം വീട്ടിൽ. ആ വീട് എങ്ങനെ ഇരിക്കും? ഇപ്പം രാവിലെ തന്നെ അമ്മ ഭാര്യ എണീറ്റ് വരുന്നു, നല്ലൊരു ഉത്സാഹം, അന്നത്തെ ഒരു ദിവസം ഒരു ഊർജം, അത് സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് ആ വീട് എങ്ങനെ ഉണ്ടായിരിക്കും? നന്നായിരിക്കുമോ മോശമായിരിക്കുമോ? നന്നായിരിക്കും. അങ്ങനെയുള്ളൊരു വീട്ടുകാർ എത്ര പേരുണ്ട് ഇവിടെ? കണ്ണിനിടയ്ക്ക് കാഴ്ച പോകുന്നുണ്ടോ? അങ്ങനെയുള്ള വീടുകൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള വീട്ടിൽ ആകെ 2 പേരുണ്ട്. നോക്കൂ, ഇനി ഒരു ജന്മം നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഇതുപോലൊരു ജന്മം കൂടി നിങ്ങൾക്ക് തരികയാണെങ്കിൽ എത്ര പേര് വേണമെന്ന് പറയുന്നവരുണ്ട്? ഇങ്ങനെ ഈ ഒരു ജന്മം കിട്ടിയ അതേ ജന്മം തന്നെ, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ചിലപ്പോൾ ചില ഭക്ഷണം ഓർഡർ ചെയ്യില്ലേ? ചപ്പാത്തിക്ക് ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്താൽ ഒരെണ്ണം കൂടി എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതേ ജന്മം, അടുത്ത ജന്മം അതുപോലെ കിട്ടുകയാണെങ്കിൽ എത്ര പേർക്ക് വേണം? ഈ കൈ പൊക്കിയവർക്ക് പോലും വേണ്ട. അതാണ് പരമസത്യം. അപ്പം തന്നെ അറിയാലോ നിങ്ങൾ എങ്ങനെയാണ് ജീവിതം എന്നുള്ളത്. അങ്ങനെ എന്താണ് ജീവിതം? ആർക്കും വേണ്ട. അതെന്തുകൊണ്ടാണത്? ഈ പറഞ്ഞതൊന്നും നമ്മുടെ കൂടെ ഇല്ല, ഒരു ഉത്സാഹമില്ല. ഇനിയിപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾ പറയും ഒറ്റയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാവുക, ഒരു കൂടെ ആരെങ്കിലും ഉണ്ടായാൽ ബുദ്ധിമുട്ടെന്ന്. ആണോ? പറയൂ നിങ്ങൾ. ഇപ്പം എല്ലാവരും പറയണോ ഭർത്താവ് എൻ്റെ കണ്ണിന് ഉള്ളിയാണ്, അല്ലെ ഉള്ളിയല്ല ഉണ്ണിയാണ്. ഞാൻ പിശക് കൊണ്ട് പറഞ്ഞു പോയതാണ്. കണ്ണിൽ ഉള്ളിയാണ് പറഞ്ഞാൽ എനിക്ക് കണ്ണുനീരാണെന്ന് അർത്ഥം. ഉള്ളി കണ്ണിൽ പോയാൽ എന്താ ഉണ്ടാവുക? കണ്ണുനീര്. അപ്പം എല്ലാവരും പറയും എൻ്റെ ഭർത്താവ്, ഓയോ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ വലിയൊരു പാടാണ്, എന്തൊരു ഭാഗ്യം വേണം അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കൊരു ജന്മം കൂടി തരികയാണ്. ഇതേ ജന്മത്തിൽ കിട്ടിയ ഭർത്താവിനെ അടുത്ത ജന്മം എത്ര പേര് കല്യാണം കഴിക്കും? സ്വഭാവം അതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അതേ വാശി, അതേ ദേഷ്യം, അതേ എടുത്തുചാട്ടം, ഒറ്റ പ്രതിഷ്ഠ ഇളകില്ല ആളവിടെ നിന്ന്, മൂർത്തി പിന്നെ ഇളകും. എത്ര പേര് കല്യാണം കഴിക്കുക? ചിലപ്പം ദേവിയുടെ മുന്നിലാട്ടോ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ടാവും. എത്ര പേര് കല്യാണം കഴിക്കും നോക്കട്ടെ? ആകെ 4 പേര്. ഇവിടെ 1000-ഓളം ആളെങ്കിലും ഉണ്ടായിരിക്കും. ഈ 1000-ൽ 4 പേര്. അപ്പം നോക്കും, ഒരെണ്ണത്തിൻ്റെ ജീവിതത്തിൽ ഹാപ്പി അല്ല എന്നല്ലേ? പേടിച്ചിട്ട് അടുത്ത ജന്മം ഇതുപോലെ കിട്ടുമെന്ന്. ഇനി ആണുങ്ങളോട് ചോദിച്ചു നോക്കൂ, ഈ ജന്മം കിട്ടിയ ഭാര്യ ഇതുപോലെ ചീത്തയും പറഞ്ഞ് പ്രാഗി ചിലപ്പോൾ ദേഷ്യപ്പെട്ട്
അങ്ങനെയുള്ള ഒരു ഭാര്യയെ പറഞ്ഞ അടുത്ത ജന്മം ഇത് തന്നെ ഓർഡർ ചെയ്ത് കിട്ടും. നിങ്ങളുടെ മസാല ദോശ പറഞ്ഞാൽ ഒരിക്കലും നെയ്റോസ്റ്റ് വരില്ല, ഓർഡർ ചെയ്ത് കിട്ടുമോ? എത്ര പേര് പറയും അത് തന്നെ മതി എന്നുള്ളത്? ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഭാര്യ അടുത്തിരിക്കുന്നതുകൊണ്ടാണെന്നുള്ള ഒരു ധൈര്യം കൂടി, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയാൽ കാണാം ബാക്കി കാര്യങ്ങൾ. അല്ല, അങ്ങനെയുള്ളവരായിരിക്കും, അല്ലായിരിക്കട്ടോ. എനിക്കൊരു ഇതേ ചോദ്യം ഡൽഹിയിലെത്തിയതോണം സപ്താഹത്തിന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ, ഈ ജന്മം കിട്ടിയ ഭർത്താവിനെ എത്ര പേര് കിട്ടും? എൻ്റെ മുന്നിലിരുന്ന് അമ്മ കൈപൊക്കി, വേറെ ഒരാളും കൈപൊക്കിയില്ല. ഞാൻ തൊഴുതു അമ്മേ. അപ്പം പറഞ്ഞു, ഞാനത് മുഴുവൻ പറഞ്ഞോട്ടെ എന്ന്. ഈ ജന്മം കിട്ടിയ ഭർത്താവിനെ അടുത്ത ജന്മം മതിയെന്ന് ഞാൻ പറയാൻ കാരണം, ഈ മനുഷ്യനെ ഈ കോലത്തിലെത്തിക്കാൻ ഞാൻ 20 കൊല്ലെടുത്തു സ്വാമിന്ന്. ഇനി അടുത്ത ജന്മം എന്തിന് ഇത്രയും സമയം വേസ്റ്റാക്കണോ? അതുകൊണ്ടാണ് ഇത് മതി എന്ന് പറഞ്ഞത്. 20 കൊല്ലം കൊണ്ടാണ് ഈ മനുഷ്യനെ ഈ കോലത്തിലാക്കി എടുത്തതെന്ന്. പിന്നെ പറഞ്ഞ പോലെ അപ്പം നമ്മൾ ആരും അത്ര അങ്ങോട്ട് ഹാപ്പി അല്ല. എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാസന നിബദ്ധമാണ്. എന്ന് വെച്ചാൽ ശീലങ്ങൾ ഉറച്ചുപോയി നമ്മുടെ ഉള്ളിൽ. എന്താണ്? നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള കുറേ ശീലങ്ങളുണ്ട്. ഈ ശീലങ്ങൾ ഉള്ളതുകൊണ്ട് ആ ശീലത്തിനനുസരിച്ചൊരു ജീവിതം വന്നാലേ നമ്മൾ എല്ലാവരും ഹാപ്പിയാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും ടേസ്റ്റിൻ്റെ കാര്യം തന്നെ. ഒരു ശീലം നമുക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇപ്പം ചായക്കൊരു രുചി ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുണ്ടാവും. ഉണ്ടാവുമോ? എല്ലാവർക്കും കറികളിലൊക്കെ ഉപ്പ് ഒരുപോലെ ആവണമെന്നില്ല, അതിൻ്റെ രുചി വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തർക്കും. ഉണ്ടാകുമോ? ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ രസങ്ങളും നിറങ്ങളും ടേസ്റ്റുകളും ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മറ്റൊരാളിൽ നിന്നും. അതുപോലെയൊക്കെ ജീവിതം വന്നാൽ ഹാപ്പി ആയിരിക്കാം. പക്ഷെ എന്നും അതുപോലെ ജീവിതം ഒരിക്കലും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും ഹാപ്പി അല്ലാത്തത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കാമുക ബന്ധം പോലെ ആവുമോ കല്യാണം കഴിഞ്ഞിട്ട് അതേ കാമുകനും കാമുകനും ജീവിക്കുന്നത്? ആയിരിക്കുമോ? ഈ മനുഷ്യൻ പണ്ട് എന്തൊക്കെയാ പറഞ്ഞത്, അതൊക്കെ കേട്ടിട്ടാണ് ഈ മനുഷ്യൻ്റെ കൂടെ വന്നത്. ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ? അപ്പം അന്ന് അദ്ദേഹം പറയണത് നിവൃത്തികൾ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അന്ന് പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിനക്ക് മണിമന്ദിരം പണിതു തരുന്നതാണ്. ഇന്ന് 5 സെന്റ് വീട് വയ്ക്കാൻ പൈസ ഇല്ലാത്തൊരു മനുഷ്യനയാൾ. ഈ അവസ്ഥയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ സമൂഹത്തിൽ? പറയുമ്പം വലിയ വാക്കുകളൊക്കെ പറയും. ഈ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ആളുകളെ പുകഴ്ത്തുന്ന പോലെയാണ്. ഇല്ലേ? കേട്ടില്ലേ? ആളുകൾ എന്തൊരു മനുഷ്യനെ, ഇതുപോലൊരു മനുഷ്യനെ നമ്മുടെ സ്ഥാപനത്തിന് കിട്ടിയത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. അങ്ങനെ സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്ന, ചന്ദ്രനെ പോലെ വെളുത്ത മുഖവും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഉപമകളും അലങ്കാരങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 1 കൊല്ലം എക്സ്റ്റൻഷൻ എടുക്കുകയാണെന്ന്. അപ്പോൾ അവരൊക്കെ കൂടെ പറഞ്ഞു, ദയവ് വിചാരിച്ച് ഈ അക്രമം ചെയ്യരുതെന്ന്, നിങ്ങൾ പോകുന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രശംസിച്ചത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിതം വന്നാലൊക്കെയാണ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ജീവിതം ഒരിക്കലും വരില്ല. അപ്പം എന്താ വഴി? അതിനാണ് വരുന്നതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന അത്യുത്തമമായ ഒരു മന്ത്രമാണ് ഏത്? ഓം എന്നൊരു മന്ത്രം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, കുട്ടികളെ കൊണ്ടൊരു 11 പ്രാവശ്യം ഡെയിലി നിങ്ങൾ ചൊല്ലിക്കണം. നിങ്ങളും ചൊല്ലണം. ഒന്ന് ചൊല്ലാലോ നമുക്ക്? നിവർന്നിരിക്കലാരും. നിവർന്നിരിക്കുക പറഞ്ഞാൽ നട്ടെല്ലിലിരിക്കുക. നട്ടെല്ലിലിരിക്കുക പറഞ്ഞാൽ, ഞാൻ രാവിലെ പറയാറുണ്ടതൊക്കെ, നിങ്ങൾ ഇരിപ്പൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പുറകിൽ നമ്മുടെ ആസനം, അവിടുത്തെ മസിലുകൾ, അവിടുത്തെ ടിഷ്യൂസ്, അവിടെ ഭാരം കൊടുക്കാതെ നട്ടെല്ലിലിരിക്കൂ. പുറകിലൊട്ടും ഭാരം കൊടുക്കാതെ നട്ടെല്ലിലിരിക്കൂ. അത് സ്വയം നോക്കൂ, നിങ്ങൾ ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ മസിൽസിനൊക്കെയുള്ള ഭാരം കുറവാണോ കൂടുതലാണോ? സ്വയം ഒബ്സർവ് ചെയ്യുക. കുനിയിരിക്കും, കുനിയും വെറുതെ. അപ്പം ഭാരമുണ്ടോ മസിൽസിന്? ഉണ്ടോ? ഇനി നട്ടലിലിരിക്കും. അപ്പോഴോ ഭാരം കുറവാണ്. ഇത് ശീലിച്ചാൽ ഈ ജന്മം നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവില്ല.
ഇത് ശീലിച്ചാൽ നിങ്ങൾക്ക് ജന്മം ഡിസ്ക് ഇംബാലൻസ് വരില്ല. ഇന്നൊരുവിധം ആളുകൾക്കൊക്കെ ഡിസ്ക് പ്രോബ്ലം ഉള്ളവരാണ്. ഡിസ്ലൊക്കേഷൻ എന്ന് കേട്ടില്ലേ? ഇതൊക്കെ ഈ ഇരിപ്പുന്നുണ്ടാവുന്നതാണ് പ്രധാനമായിട്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് ശീലിക്കണം നമ്മൾ. ഇനി നമ്മൾ മൂലാധാര ശക്തി ഉണർത്തണം. അതിന് നമ്മുടെ ഏനസ് പാർട്ട് ഒന്ന് മുകളിലേക്ക് വലിച്ചുകൊണ്ട് ഓങ്കാരം ചൊല്ലി ശീലിക്കണം. അപ്പം ഞാൻ ആദ്യം ചൊല്ലും, എന്നിട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ. ഈ കൈ രണ്ടും ചിന്മുദ്രയായിട്ട് 2 ചിന്മുദ്ര ചൂണ്ടുവിരലും തള്ളവിരലൊക്കെ ചേർത്ത് കാൽമുട്ടിൽ വെച്ച് നിവർന്നിരുന്ന് ശരീരം വളയരുത്, കുനിയരുത്, ഭാരം തോന്നരുത്, നട്ടലിൽ തന്നെ ഇരിക്കണം. നിവർന്നിരുന്ന് താഴെ നിന്ന് വലിച്ച് ഓ ചൊല്ലു എല്ലാവരും. ഇനി ചൊല്ലുമ്പോൾ കണ്ണടച്ച് നിങ്ങളിലേക്ക് നോക്കുക. മനസ്സങ്ങനെ കെട്ടടങ്ങി ഒരു ആത്മസുഖം, ഒരു ആത്മശാന്തി, ഉള്ളിൽ തന്നെ ഒരു സുഖം. രാത്രി ഉറക്കത്തിലെന്ന പോലെ മനസ്സ് കെട്ടടങ്ങിയിരിക്കുന്നൊരവസ്ഥ, അത് ആസ്വദിക്കുക നിങ്ങൾ. ഒന്നുകൂടിയും നിങ്ങൾ താഴെ മുകളിലേക്ക് വലിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മലമൂത്ര വിസർജന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അവിടെ, അതിന് മുകളിലാണ് ഈ മൂലാധാര ചക്രം. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് മുകളിലേക്ക് വലിക്കുക. ഒരുമിച്ച് ചൊല്ലാം. ഓ ഉള്ളിലുള്ള ശാന്തി ആസ്വദിക്കുന്നു. ഒന്നുകൂടി താഴെ മേലോട്ട് വലിച്ചു പിടിക്കുക. ഒരുമിച്ച് ചെല്ലാം. ഓ പതുക്കെ കണ്ണു തുറക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് കണ്ണു തുറക്കാൻ പറ്റുമോ? പെട്ടെന്ന് കണ്ണു തുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നോക്കൂ, നമ്മുടെ മനസ്സങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ തരത്തിൽ നമ്മുടെ മൈൻഡിനെ ഉണർത്താൻ തന്നിരിക്കുന്ന ഒരു മന്ത്രമാണ് ഏത്? ഇത് ചൊല്ലേണ്ടതുണ്ടോ? ഉണ്ടോ? ഒരു 10-11 പ്രാവശ്യം. കുട്ടികൾക്ക് ഏകാഗ്രത കൂടും, മനോബലം കൂടും, മനസ്സിന് വളരെ സന്തോഷം വരും. എന്തും ആസ്വദിക്കാൻ നമുക്ക് പറ്റും.